إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا قولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قال الله تعالى في قرآنه المجيد: فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين حسروا أنفسهم في جهنم خالدون. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറെ പ്രിയ നിറഞ്ഞ വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടുകൂടി പ്രാർത്ഥനാപൂർവം വിശ്വാസി സമൂഹം സ്വാഗതം ചെയ്ത വിശുദ്ധ റമളാൻ അതിന്റെ പരിസമാപ്തിയിലാണ് എത്തി നിൽക്കുന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആഹ്ലാദത്തോടു കൂടിയുള്ള മനസ്സോടുകൂടി നമ്മൾ സ്വീകരിച്ച വിശുദ്ധ റമളാൻ, ആ വിശുദ്ധ റമളാനോട് നമ്മൾ യാത്ര പറയുന്നത്, വിട ചൊല്ലുന്നത് കണ്ണീരണിഞ്ഞുകൊണ്ട്, കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കനിഞ്ഞരുളിയ സുവർണാവസരം നമ്മിൽ നിന്നും അവസാനിക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
അവന്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം, പുണ്യങ്ങൾ കൊണ്ട് വാരി വിതരപ്പെടുന്ന കാലം, അതിന്റെ ഏറ്റവും അന്ത്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ സുവർണാവസരം കഴിഞ്ഞു പോകുന്നതിന്റെ വേദനകൾ, അതിന്റെ പ്രയാസങ്ങൾ ഒരു സത്യവിശ്വാസിയുടെ ശരീരത്തിലും അവന്റെ മുഖത്തിലും അവന്റെ നടപ്പിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ആ കരഞ്ഞ കണ്ണുകളുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ ഈ ജുമഅയുടെ ഈ ദിനരാത്രത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഈ വർഷത്തെ റമളാനിന്റെ അവസാനത്തെ ജുമഅയായിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒന്നല്ല അനേകം ദൗത്യങ്ങൾ നിർവഹിച്ചിട്ടുള്ള ഒരു സാധനമാണ് പെൻസിൽ എന്നുള്ളത്. ഈ പെൻസില് നമുക്ക് ചില പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. ഒന്നാമത്തേത്, നമ്മള് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള മനുഷ്യരാണ്. അനേകായിരം കാര്യങ്ങൾ, വലിയ വലിയ സംഭവങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള, അതിന് കരുത്തുള്ള, അതിന് ഊർജമുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ എല്ലായ്പ്പോഴും നമ്മൾ ആലോചിക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്തെന്ന് വെച്ചാൽ, നമ്മെ നിയന്ത്രിക്കുന്ന ഒരു കരം നമ്മുടെ മുകളിലുണ്ട് എന്നുള്ളതാണ്. പെൻസിൽ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതം ചലിപ്പിക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്ന ഒരു കരം നമ്മുടെ മുകളിലുണ്ട് എന്നുള്ളതാണ്. ആ കരത്തിന്റെ സഹായമില്ലാതെ നമുക്കൊരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. എന്ത് ചെയ്യണമെങ്കിലും അതിന്റെ അനുവാദവും അതിന്റെ അനുഗ്രഹവും നമ്മിൽ വന്നു ചേരണം. ഈ കരത്തെ നമ്മൾ പടച്ച റബ്ബെന്ന് നമ്മൾ വിളിക്കുന്നു. ആ നിയന്ത്രണത്തിനെ നമ്മളെ പൂർണ്ണമായിട്ട് വഴങ്ങിക്കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അത് സുന്ദരമാകുന്നത്, അത് പൂർണ്ണമായി തീരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമളാനിൽ നമ്മൾ അതാണ് ശീലിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി വെച്ചു തന്ന വലിയൊരു അനുഗ്രഹത്തെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം അതിനു വേണ്ടി സമർപ്പിച്ചു. ജീവിതയാത്രയിലെ സുപ്രധാനമായ പല കാര്യങ്ങളും, പല സംഭവവികാസങ്ങളും, ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും, പല വസ്തുക്കളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നോ മാറ്റിവെച്ച ഒരു സമയമായിരുന്നു റമളാനിന്റെ കാലഘട്ടം. ഇതുപോലെ തന്നെ പെൻസിൽ കൊണ്ട് നമുക്ക് കുറെ അധികം എഴുതി കഴിയുമ്പോൾ നമുക്കത് മൂർച്ച കൂട്ടേണ്ടി വരും. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ റമളാൻ കഴിഞ്ഞു പോകുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ മൂർച്ച കൂട്ടേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുമെന്നുള്ളതാണ്. അഥവാ നമ്മള് കൈമൈ മറന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ച ഒരു കാലഘട്ടം, ഒരു സമയമായിരുന്നു റമളാനിന്റെ കാലഘട്ടം. അത് നമ്മള് റമളാൻ കഴിയുന്നതോടുകൂടി നമ്മൾ ഒന്നും കൂടി മൂർച്ച കൂട്ടേണ്ട, ഒന്നും കൂടി ഉഷാറാക്കേണ്ട ഒരു സന്ദർഭത്തിൽ നമ്മൾ എത്തിച്ചേരുമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ പെൻസിൽ കൊണ്ട് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് മായ്ച്ചു കളയാൻ സാധിക്കും. അതിൽ നിന്നുള്ള റബ്ബർ കൊണ്ട് നമുക്കത് മായ്ച്ചു കളയാൻ സാധിക്കുന്നത് പോലെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോ, നമ്മൾ മനസ്സിലാക്കുമ്പോ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വസ്തുത എന്തെന്ന് വെച്ചാൽ, ജീവിതയാത്രയിലെ വീഴ്ചകളും പോരായ്മകളും മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല തൗബ എന്നൊരു സംവിധാനം നമുക്ക് വേണ്ടി നിശ്ചയിച്ചു തന്നിട്ടുണ്ടെന്നുള്ളതാണ്.
തൗബ കൊണ്ട് നമുക്കത് മായ്ച്ചു കളയാൻ സാധിക്കണം. തൗബ ചെയ്തുകൊണ്ട് നമുക്കതിനെ മായ്ച്ചു കളയാൻ, പുതുജീവിതം വീണ്ടെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, നമുക്ക് പലതരത്തിലുള്ള പല കളറുകളിലുള്ള പെൻസിലുകൾ കാണാൻ സാധിക്കും. പുറം മോടിയിൽ വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത ഭാവത്തിലുമൊക്കെയുള്ള പെൻസിലുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിനേക്കാൾ അപ്പുറം അതിന്റെ ഉള്ളിലുള്ള ഗ്രാഫിറ്റി കൊണ്ടാണ് നമുക്ക് അതിന്റെ മേന്മ നിർണ്ണയിക്കാൻ സാധിക്കുക. ഏറ്റവും മികച്ച ഗ്രാഫിറ്റിയുള്ള പെൻസിൽ കൊണ്ടാണ് നമുക്ക് മികച്ച സാധനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാനും വരക്കാനും എഴുതാനും ഒക്കെ സാധിക്കുക. ഇതുപോലെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അകം കഴുകാൻ, അകം മികച്ചതാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അവസ്ഥ, ഒരു സംവിധാനമായിരുന്നു റമദാനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച് തന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മെ സംബന്ധിച്ചിടത്തോളം പല രൂപത്തിലുള്ള മാറ്റത്തിരുത്തലുകൾക്ക്, പുതിയ ആലോചനകൾക്ക്, പുതിയ സംവിധാനങ്ങൾക്ക്, പുതിയ തുടക്കങ്ങൾക്ക് വെളിച്ചം നൽകിയ ദിനരാത്രങ്ങളിലാണ്, ആ ദിനരാത്രത്തിന്റെ അവസാന സമയത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ പലതും നമ്മൾ സാധിപ്പിച്ചെടുത്ത ഒരു സമയമായിരുന്നു റമദാനിന്റെ ദിനരാത്രങ്ങൾ എന്നുള്ളത്. നമ്മൾ ഒരു മാസക്കാലം കൊണ്ട് ഒരു തവണയെങ്കിലും വിശുദ്ധ റമദാൻ നമ്മൾ ഒരു തവണ ഹത്തം തീർക്കാൻ, അത് ഓതി തീർക്കാൻ നമ്മൾ ശ്രമിച്ചവരാണ്. അതിന്റെ അർത്ഥം പഠിക്കാൻ നമ്മൾ ശ്രമിച്ച ആളുകളാണ്. നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ് ഈ ഒരു മാസക്കാലം കൊണ്ട് വലിയ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടി ശ്രമിച്ചത്. ഇതുപോലെ തന്നെ നമ്മുടെ പതിവിൽ നിന്നും വിപരീതമായി കൊണ്ട് നമ്മൾ വളരെ നേരത്തെ എണീച്ച് ശീലിച്ച ഒരു സമയമായിരുന്നു റമദാനിന്റെ ദിനരാത്രങ്ങൾ. വളരെ എത്രയോ നേരത്തെ എണീച്ച ദിവസങ്ങളുണ്ട്. ഇതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറ്റിവെച്ച, അതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിവെച്ച ഒരു സമയമായിരുന്നു റമദാനിന്റെ ദിനരാത്രങ്ങൾ. ഇങ്ങനെ സുന്നത്തുകൾ അധികരിപ്പിക്കുന്നതിന് വേണ്ടി, അനേകം ദാനധർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടി നമ്മൾ ചിലവഴിച്ച സമയമായിരുന്നു റമദാനിന്റെ ദിനരാത്രങ്ങൾ. അഥവാ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ പലതും നമ്മൾ റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ സാധിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇതൊക്കെ ചെയ്ത നമ്മളോട് പടച്ച റബ്ബ് ചോദിക്കുന്നു, ഫഅൈന തദ്ഹബൂൻ, എന്നിട്ടും നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. റമദാൻ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോ നമുക്ക് നമ്മുടെ സ്വന്തത്തോട്, നമ്മുടെ ശരീരത്തോട്, നമ്മുടെ ജീവിതത്തോട് നമുക്കൊന്ന് ചോദിക്കാൻ സാധിക്കണം. നമ്മളുടെ നോട്ടം, നമ്മുടെ നടത്തം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ മുന്നോട്ട് പോക്ക് ഏത് വഴിയിലൂടെയാണ്? പടച്ച റബ്ബ് നമുക്ക് സംവിധാനിച്ചു തന്ന വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അഥവാ റമദാൻ കഴിയുന്നതോടുകൂടി നമ്മളെല്ലാം ചെയ്ത രീതിയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് മറ്റൊരു രീതി സ്വീകരിക്കാൻ, പൈശാചികമായ പ്രവണതകൾക്ക് പിന്നിൽ പോകാനാണോ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് എന്നുള്ളൊരു ആത്മവിചിന്തനം നമ്മൾ നടത്തേണ്ട ഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളുള്ളത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, നിങ്ങൾ എന്നിലേക്ക് ഓടിയെടുക്കുക, എന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക. നിങ്ങൾ നേടിയെടുത്ത സൽക്കർമ്മങ്ങൾ കൊണ്ട്, നിങ്ങൾ നേടിയെടുത്ത കൂടുതൽ ഊർജം കൊണ്ട് നിങ്ങൾ എന്റെ നന്മയിലേക്ക് ഓടിയെടുക്കുക എന്ന് പടച്ച റബ്ബ് തന്നെ നമ്മോട് സംസാരിക്കുന്ന ഘട്ടങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മോട് പ്രവാചകൻ പറയുന്നു, നിങ്ങൾ അവസരവാദികളാകരുത്. അതിന് സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുന്നത്, എന്താണ് അവസരവാദികൾ എന്നതുകൊണ്ട് റസൂൽ താങ്കൾ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. അതിന് റസൂൽ കൊടുക്കുന്ന മറുപടി, ഒരു മനുഷ്യൻ പറയുകയാണ്, ജനങ്ങൾ മോശമായ രീതിയിലേക്ക് ജീവിതയാത്ര കൊണ്ടുപോവുകയാണെങ്കിൽ ഞാനും അവരോടൊപ്പം ചേരുമെന്നുള്ളതാണ്. ഇനി അവർ നന്മയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ നന്മയുടെ വഴി ഞാൻ പോകുമെന്നുള്ളതാണ്. അപ്പോ റസൂൽ ഇതിന് കൊടുക്കുന്ന മറുപടി, റസൂലോടെ പ്രാർത്ഥിക്കുന്നത്, ജനങ്ങൾ പോകുന്നത് നോക്കി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് വലിയ വീഴ്ചയിലേക്കാണ് ചെന്ന് ചാടുക. നിങ്ങൾ
അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിക്കാൻ നിങ്ങൾ കെൽപ്പുള്ളവരാകണം, അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. അഥവാ അവസരങ്ങൾ തിരിഞ്ഞുകൊണ്ട് അവസരവാദികളായി നിങ്ങൾ തീരരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നിങ്ങളെ പഠിപ്പിച്ചത് ആ വഴി സഞ്ചരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതം കൊണ്ട് ആ ഒരു പാതയെ വെട്ടിത്തെളിക്കാൻ നിങ്ങൾ ശ്രമിക്കണം, അതിനുവേണ്ടി തയ്യാറാകണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു മാസക്കാലം നന്മകളിൽ നിറഞ്ഞുകൊണ്ട് നന്മകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അഥവാ ഖുർആനിന്റെ കൂട്ടുകാരായി, ഖുർആനിന്റെ വാഹകരായി നമ്മുടെ ദിനരാത്രങ്ങൾ നമ്മൾ കൊണ്ടുപോയി. അതുപോലെ തന്നെ ഈ റമളാൻ കഴിയുന്നതോടുകൂടി നമ്മൾ ഈ ഒരു നല്ല ചങ്ങാതിയെ വലിച്ചെറിയാനാണോ നമ്മൾ ആലോചിക്കുന്നത്? അഥവാ റമളാൻ കഴിയുന്നതോടുകൂടി നമ്മൾ ഖുർആനെ മാറ്റി നിർത്താനാണോ നമ്മൾ ആലോചിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നമ്മുടെ സ്വന്തം തന്നെ ചോദിക്കേണ്ട വലിയൊരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ അന്തരീക്ഷത്തിലെ ഒരു കൃഷിത്തോട്ടത്തെ നിങ്ങൾ മുന്നിൽ കാണുക. ആ കൃഷിത്തോട്ടത്തിൽ നിങ്ങൾ അനേകായിരം തെങ്ങുകൾക്കിടയിൽ ഒരു കവുങ്ങ് വളരുന്നുണ്ടെങ്കിൽ ആ അനേകായിരം തെങ്ങുകൾക്കിടയിൽ ഒരു കവുങ്ങ് വളർന്നത് കൊണ്ട് ആ കവുങ്ങിൽ നിന്നും ഒരിക്കൽ തേങ്ങ നമുക്ക് ലഭിക്കുകയില്ല, അതിൽ നിന്നും അടക്കത്തിനെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അഥവാ റസൂൽ നമ്മോട് പരിചയപ്പെടുത്തുന്നത് ഈ അനേകായിരം തെങ്ങുകൾക്കിടയിൽ നമ്മൾ വളരുന്ന കവുങ്ങ് തന്നെ ആ കവുങ്ങ് അടക്ക നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുള്ള അനിസ്ലാമികതക്കെതിരിൽ ഇസ്ലാമികമായിക്കൊണ്ട് ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉമ്മത്തിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതിന് ഊർജമാണ് വിശുദ്ധ റമളാനിലൂടെ നമ്മൾ നേടിയെടുത്തത്. നമ്മുടെ ചുറ്റുപാട് നമുക്കറിയാം, അനേകം മോശമായ സാഹചര്യത്തിലൂടെയാണ് നമ്മളെ ചുറ്റുപാട് കടന്നു പോകുന്നത്. ഈ ചുറ്റുപാടുകൾക്കിടയിൽ തന്നെ ഇസ്ലാമിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതോ നമ്മുടെ കർമ്മങ്ങളെ പറ്റി പടച്ചറബ് പറയുന്നിടത്ത് റസൂൽ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് കർമ്മങ്ങളുടെ ഏറ്റവും നല്ല കർമ്മങ്ങൾ നമ്മിൽ നിന്നും സ്വീകരിക്കപ്പെടുന്നത്, കർമ്മങ്ങളുടെ വില ഇരിക്കപ്പെടുന്നത്, അതിന്റെ വില കണക്കാക്കപ്പെടുന്നത് അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നുള്ളതാണ്. അഥവാ അതിന്റെ അവസാനം പരിഗണിച്ചുകൊണ്ടാണ് അതിന്റെ കർമ്മഫലം നമുക്ക് ലഭിക്കുക എന്ന് റസൂൽ നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അഥവാ നമ്മുടെ ഫൈനൽ റൗണ്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമുക്കിനി വളരെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. ആ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അനേകായിരം നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതയാത്രക്കിടയിൽ നമുക്ക് വന്നുപോയിട്ടുള്ള വീഴ്ചകൾ നമുക്ക് മയച്ചു കളയിക്കാൻ സാധിക്കണം. പടച്ച റബ്ബിനോട് കൂടുതൽ അടുത്തുകൊണ്ട് അതിന്റെ ആ വീഴ്ചകളെ മയച്ചു കളയാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറഹു വഖൈറ അമലി ഖവാതിമഹു വഖൈറ അയ്യാമി യൗമ അൽഖാക് എന്ന് റസൂൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെന്തെന്ന് വെച്ചാൽ റസൂൽ പറയുന്നത് എന്റെ ആയുസ്സിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അതിന്റെ അവസാന വേളയാക്കി തരണമേ എന്ന് റസൂൽ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ റസൂൽ പ്രാർത്ഥിക്കുന്നു, കർമ്മങ്ങളിൽ അതിന്റെ അന്ത്യയാമങ്ങൾ അത് ഏറ്റവും ഖൈറുള്ളതാക്കി തരണമേ എന്ന് റസൂൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ റസൂൽ പ്രാർത്ഥിക്കുന്നത് എന്റെ ജീവിതത്തിലെ അവസാന ദിനരാത്രങ്ങൾ റബ്ബേ എന്നിൽ നിന്നും അതിന്റെ അമലുകൾ നീ സ്വീകരിക്കണമേ എന്ന് റസൂൽ പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം റസൂൽ ചേർത്ത് പറയുന്നത് ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതിം എന്നുള്ളതാണ്. അഥവാ കർമ്മങ്ങളുടെ പ്രതിഫലം പരിഗണിക്കപ്പെടുന്നത് അതിന്റെ അവസാനത്തിൽ വെച്ചുകൊണ്ടെന്നാണെന്നുള്ളത്. നമുക്കറിയാം, വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങൾക്ക് എത്രത്തോളം പ്രതിഫലവും അത്രത്തോളം പ്രാധാന്യവുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അർത്ഥത്തിലും നമ്മെ ഒന്ന് പുതുക്കിപ്പണിത, നമ്മുടെ ജീവിതത്തെ മാറ്റിപ്പണിത, അതിന്റെ പുതുമകൾ നമുക്ക് വേണ്ടി വിധാനിച്ചു തന്ന, നമുക്ക് വിരിച്ചു തന്ന ഒരു കാലഘട്ടമായിരുന്നു റമളാനിന്റെ കാലഘട്ടം എന്നുള്ളത്. നമ്മള് മഗ്ഫിറത്തിന്റെ പത്തിലൂടെ നമ്മൾ കടന്നുപോയിരുന്നു, മഗ്ഫിറത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ നരക വിമോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചവരാണ്. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത മനുഷ്യന്മാരാണ്. ഇദ്ഖുമിനന്നാറിന് വേണ്ടി നരകമോചനത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ച മനുഷ്യന്മാരാണ്. ഇതുപോലെ തന്നെ അനേകായിരം നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം, ഈ നന്മകൾ എത്രത്തോളം നമുക്ക് അധികരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മൾ ചെയ്ത ഓരോ അമലുകളും
അത് നമുക്ക് എത്രത്തോളം അധികരിപ്പിക്കാൻ, അതിനെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തത്തോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നെത്തുമ്പോ അള്ളാഹു നമ്മോട് ചോദിക്കും, നിങ്ങളുടെ നോമ്പിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് ചോദിക്കുമ്പോ നമ്മൾ എടുത്ത ഓരോ അമലുകളും നമുക്ക് വേണ്ടി അനുകൂലമായിട്ട് സംസാരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണ് അത് സാധിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ നടത്തിയ പ്രാർത്ഥനകൾ, അതിന് നമുക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടോ? നമ്മൾ നടത്തിയ പ്രാർത്ഥനകൾക്ക് നമുക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദറിൽ നമ്മൾ പ്രതീക്ഷിച്ചവരാണ്. ആ ലൈലത്തുൽ ഖദറിൽ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുമാർ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട വലിയ ചോദ്യങ്ങളാണ്. നമുക്കറിയാം 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത എന്നുള്ളതാണ്. 1000 മാസങ്ങളല്ല, അതിനേക്കാളും ശ്രേഷ്ഠതയുള്ള രാവാണ് നമ്മുടെ മുമ്പിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു തന്നത്. അഥവാ ആ രാവിലായിരുന്നു നമ്മുടെ മാർഗദർശിയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കി തന്നത്. അത് ഏറ്റവും നല്ല അഹ്സനുൽ ഖസസും അഹ്സനുൽ ഖൗലും, ഏറ്റവും നല്ല കഥകളും ഏറ്റവും നല്ല വാർത്തകളും ഏറ്റവും നല്ല സംസാരങ്ങളും ഉൾച്ചേർന്നിട്ടുള്ള ആ വിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു തന്ന ആ രാവിൽ നമുക്ക് റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, റബ്ബിനോട് കേണ് പ്രാർത്ഥിക്കാൻ, നമുക്ക് കണ്ണീരണിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ട വലിയ ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ നാളെ അല്ലാഹുവിന്റെ അടുക്കല് ഹാജരാക്കപ്പെടുന്ന ഘട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷപ്പെടുന്ന, നോമ്പുകാരെ പറ്റിയിട്ട് സന്തോഷപ്പെടുന്ന ആ നോമ്പുകാരുടെ കൂട്ടത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അനേകായിരം അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി വാരിച്ചുരിഞ്ഞു തന്ന ഈ അനുഗ്രഹ ദിനരാത്രങ്ങളെ നമുക്ക് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്? നമുക്ക് അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ നമ്മുടെ സ്വർഗീയ പ്രവേശനം ഏറ്റവും എളുപ്പമാക്കി തരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഈ റമദാനിന്റെ അവസാന ദിനരാത്രങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, റമദാനിന്റെ ഈ അവസാന ദിനരാത്രത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഏറ്റവും പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇബാദത്തി കർമ്മമുണ്ട്. എന്തെന്ന് വെച്ചാൽ, റമദാനിന്റെ അന്ത്യയാമങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ആകമാനം നിർബന്ധമാക്കപ്പെട്ട ഒന്നാണ് അവരുടെ ഫിത്ർ സക്കാത്ത് എന്നുള്ളത്, സക്കാത്തുൽ ഫിത്ർ എന്നുള്ളത്. ഈ സക്കാത്തുൽ ഫിത്റിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ, നമ്മൾ പഠിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നമുക്ക് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ചകൾ നമുക്ക് മായ്ച്ചു കളയാനുള്ള വലിയ അവസരമായിട്ടാണ് ഫിത്ർ സക്കാത്തിനെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഇത് മുഴുവൻ മുസ്ലിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇതിലൂടെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടി റബ്ബ് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ, സാഹോദര്യത്തിന്റെ, സമത്വത്തിന്റെ വലിയൊരു പാഠം റബ്ബ് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, റബ്ബിനോട് നമ്മൾ എത്രത്തോളം അടുക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ സഹവാസികളുമായിട്ട്, നമ്മുടെ സഹോദരങ്ങളുമായിട്ട് നമ്മൾ അടുക്കണം. അവരോട് നമ്മൾ സഹവർത്തിത്വത്തോടുകൂടി, വളരെ സാഹോദര്യത്തോടുകൂടി നമ്മൾ ചേർന്ന് നിൽക്കണം, അവരെ ചേർത്ത് പിടിക്കണം എന്നതിന്റെ വലിയൊരു പ്രഖ്യാപനവും വലിയൊരു ആവേശ പ്രഖ്യാപനം കൂടിയാണ് ഫിത്ർ സക്കാത്തിലൂടെ നമ്മൾ നടത്തുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും ആദ്യ പാഠമാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന റസൂലിന്റെ പാഠം പകർന്നു നൽകിയ വലിയ ആവേശമുണ്ട്. ആ ആവേശത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫിത്ർ സക്കാത്തുകൾ വിതരണം ചെയ്യേണ്ടത്. നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഈദുൽ ഫിത്റിന്റെ ആഘോഷം. ആ ഈദുൽ ഫിത്റിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ആ ഈദുൽ ഫിത്ർ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ പുറമോടിയിൽ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച, പുതിയ സുഗന്ധങ്ങളൊക്കെ പൂശി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നമുക്കൊന്ന് നോക്കാൻ സാധിക്കണം. അവർ എത്രത്തോളം പ്രയാസത്തിലും അവർ പ്രതിസന്ധിയിലും ജീവിക്കുന്നവരാണെന്നും അവരെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അതിനുള്ള വിഹിതമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അത് തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊരു നഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ വലിയ വഴിവെളിച്ചമായിട്ട്, നമുക്ക് വലിയ ഊർജമായിട്ട് തീരുന്ന ഒന്നാണ് നമ്മുടെ
ഫിത്ർ സക്കാത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ ഈ റമളാനിന്റെ നിരാത്രകളിൽ മനുഷ്യരാണ് കുല്ലു ആദം ഖത്താഊൻ വഖൈറു ഖത്താഊൻ തവ്വാബൂൻ എന്ന് റസൂൽ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും നല്ല തെറ്റുകൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവനാണെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ പഠനത്തിന്റെ തന്നെ വലിയ പ്രചോദനമാണ് നമുക്ക് ഫിത്ർ സക്കാത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. ജീവിതയാത്രക്കിടയിൽ റമളാനിലും നമുക്ക് വല്ല വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ മായ്ച്ചു കളയാൻ ഫിത്ർ സക്കാത്തിലൂടെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൽ ഓരോരുത്തരും വളരെ പ്രാധാന്യപൂർവ്വം തന്നെ ആ കാര്യത്തിൽ ഇടപെടണമെന്ന് ഓരോരുത്തരോട് ഞാൻ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നിങ്ങളോട് ചേർത്ത് പറയാനുള്ളത്, റമളാൻ നമ്മിൽ നിന്നും വിട പറയുകയാണ്. റമളാൻ മാത്രമേ വിട പറയുന്നുള്ളൂ, ഒരിക്കലും നമ്മുടെ കർമ്മങ്ങൾ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോകരുത്. റമളാനിൽ നമ്മൾ നേടിയെടുത്ത ഊർജമുണ്ടല്ലോ, ആ ഊർജത്തെ അതിനെ സംഭരിച്ചുകൊണ്ട് ഇനിയുള്ള 11 മാസക്കാലം നമുക്ക് കാര്യക്ഷമതയോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ടവരെ സാധിക്കണം. നമ്മൾ ഓതിയ ഖുർആൻ പാരായണങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഇനിയും അധികരിപ്പിക്കാൻ സാധിക്കണം. റബ്ബിന്റെ മുമ്പിൽ ഇനിയും നമുക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കണം. റബ്ബിനോട് ഇനിയും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം ഭയങ്കര പ്രയാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സഹോദരന്മാർ, ഫലസ്തീനിലെ സഹോദരന്മാർ എത്രത്തോളം പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം. അവരെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. നമ്മൾ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ നമ്മൾ ഇവിടെ നിന്നും നേടിയെടുത്ത ഈ ഊർജമുണ്ടല്ലോ, ആ ഊർജം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇത് ഇനിയുള്ള ജീവിതയാത്രയിലെ നമുക്കുള്ള വലിയ വഴിവെളിച്ചമാണ്. ആ വെളിച്ചത്തെ, അള്ളാഹുവിന്റെ വെളിച്ചത്തെ, അള്ളാഹുവിന്റെ നൂറിനെ, അതിനെ നമുക്ക് കൈപ്പറ്റിക്കൊണ്ട് നല്ല രൂപത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ അവന്റെ റയ്യാനെന്ന കവാടത്തിലൂടെ നമുക്ക് പ്രിയപ്പെട്ടവരെ പ്രവേശിക്കാൻ സാധിക്കണം. റസൂല് പഠിപ്പിച്ചിരുന്നല്ലോ, അൽ മുഅ്മിനു ഖവിയ്യുൻ ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ശക്തരായ വിശ്വാസിയാണെന്നുള്ളതാണ്. അങ്ങനെ ശക്തരായ വിശ്വാസിയായി തീരാൻ നമുക്ക് സാധിക്കണം. ഈ ശക്തരായ വിശ്വാസിയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക തീർച്ചയായിട്ടും എവിടെയെന്ന് വെച്ചാൽ റമളാനിന് ശേഷം എത്രത്തോളം കാര്യക്ഷമതയോട് കൂടിയിട്ട് റബ്ബിന്റെ മുമ്പിൽ അവൻ സുജൂദ് ചെയ്യുന്നുണ്ട്, അവന്റെ കലാമിനെ അവൻ എത്രത്തോളം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ശക്തരായ വിശ്വാസിയെ നമുക്ക് മനസ്സിലാക്കാൻ, നേടിയെടുക്കാൻ ഒക്കെ സാധിക്കുക. അതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മൾ ഓരോരുത്തരും നടത്തണം. റമളാനിൽ നമ്മൾ നടത്തിയ എല്ലാ ഇബാദത്തുകളും റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മള് റമളാനിന്റെ അവസാനത്തെ നിരാത്രങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്. ഇനി വളരെ 2-3 ദിവസമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ ദിവസങ്ങളിൽ നമ്മൾ ഒന്നും കൂടി കാര്യക്ഷമതയോടുകൂടി നമുക്ക് റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ സാധിക്കണം. ഇനിയും നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനാ സജ്ജരായിക്കൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് കൂടുതൽ അടുക്കണം. റബ്ബ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അടുത്ത റമളാനിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും നമ്മുടെ മുമ്പിലില്ല. എല്ലാം റബ്ബ് നിശ്ചയിച്ച ഘട്ടത്തിൽ, രൂപത്തിൽ, ഭാവത്തിൽ അത് കൃത്യമായിട്ട് നടക്കുക തന്നെ ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മരണം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ നോക്കിയ നോമ്പുകൾ, നമ്മള് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, നമ്മൾ ഓതിയ ഖുർആൻ പാരായണങ്ങളൊക്കെ റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അതിലെ വീഴ്ചകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ധാരാളം ആളുകളുണ്ട്. അവരുടെ ബർസഖി ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന ഗസ്സയിലെ ജനതയ്ക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്ക് നല്ലൊരു നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങൾക്ക് ശേഷവും ഒരു വലിയ വഴിവെളിച്ചവും വിജയവും വരാനിരിക്കുന്നുണ്ട്. നല്ലൊരു നാളേക്ക് വേണ്ടി റബ്ബ് നമ്മെല്ലാവരെയും കരുത്തരാക്കി തരുമാറാകട്ടെ. വഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله. الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، عباد الله، أوصيكم ثانيا بتقوى الله. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് തന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് തുയ്യിബു തറാഹും വജീൽ ജന്നത മഖ്വാഹും. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، وأدخلنا الفردوس يا رب العالمين، وأدخلنا الفردوس يا رب العالمين. اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في غزة، اللهم انصر المسلمين في فلسطين، اللهم انصر المسلمين في الهند، اللهم اعز الاسلام والمسلمين. اللهم اجرنا من النار واجر والدينا من النار وادخلنا الفردوس يا رب العالمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اقم الصلاه.